നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. പാലിയേക്കര ടോൾ പ്ലാസയിൽ പുതുക്കിയ ടോൾ നിരക്ക് നിലവിൽ വന്നു. ടോൾ നിരക്ക് വർധനവിനെതിരെ പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് AIYF പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച്. വലയിൽ കുടുങ്ങിയ പാമ്പിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ പാമ്പിന്റെ കടിയേറ്റ് ചികിത്സയിലായിരുന്ന വനം വാച്ചർ മരിച്ചു. ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ ട്രെയിൻ പുതുക്കാട് 3 മണിക്കൂർ പിടിച്ചിട്ടതോടെ യാത്രക്കാർ ക്ഷുഭിതരായി. അങ്കമാലിയിൽ റെയിൽവേ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് പാസഞ്ചർ പിടിച്ചിട്ടത്. ചാലക്കുടി കൊന്നക്കുഴിയിൽ വീടിനുള്ളിലെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും പൊള്ളലേറ്റ യുവാവ് മരിച്ചു. മണ്ണമ്പേട്ട കരുവാപ്പടി വലിയകുളത്ത് വീട്ടിൽ മോഷണം. വിലപിടിപ്പുള്ള പല സാധനങ്ങളും നഷ്ടപ്പെട്ടതായി പരാതി. മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പാലത്തുപറമ്പ് കുടിവെള്ള പദ്ധതിയുടെ 14ാം വാർഷിക പൊതുയോഗവും അംഗങ്ങൾക്കുള്ള ഡിവിഡന്റ് വിതരണവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ദേശീയപാത 544 തൃശൂർ അങ്കമാലി ഇടപ്പള്ളി റോഡിലെ പാലിയേക്കര ടോൾ പ്ലാസയിൽ പുതുക്കിയ ടോൾ നിരക്ക് നിലവിൽ വന്നു. ഇത്തവണ ടോൾ നിരക്കുകളിൽ കാര്യമായ മാറ്റമില്ല. ഒറ്റ ദിവസ ടോൾ നിരക്കിൽ ആകെയുള്ള മാറ്റം ബസിനും ലോറിക്കും ഒന്നിൽ കൂടുതലുള്ള ട്രിപ്പുകൾക്ക് 5 രൂപ വർദ്ധിച്ച് 485 രൂപ ആയെന്നതാണ്. ഒരു ഭാഗത്തേക്കുള്ള എല്ലാത്തരം വാഹനയാത്രകൾക്കും നിലവിലെ നിരക്ക് തന്നെ തുടരും. അതേസമയം മാസനിരക്കുകൾക്ക് എല്ലാ ഇനം വാഹനങ്ങൾക്കും 10 മുതൽ 40 രൂപ വരെയുള്ള വർധനയുണ്ട്. നിരക്കുകൾ ഇങ്ങനെ: കാർ, ജീപ്പ് വിഭാഗങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് 90 രൂപ, 24 മണിക്കൂറിനുള്ളിലെ ഒന്നിൽ കൂടുതൽ ട്രിപ്പുകൾക്ക് 140 രൂപ, ഒരു മാസത്തേക്കുള്ള നിരക്ക് 2760 രൂപ, നിലവിലെ നിരക്ക് 2750 രൂപ. ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് 160, ഒന്നിൽ കൂടുതൽ ട്രിപ്പ് 240, ഒരു മാസത്തേക്ക് 4830, നിലവിലെ നിരക്ക് 4815 രൂപ. ബസ്, ട്രക്ക് ഒരു ഭാഗത്തേക്ക് 320, ഒന്നിൽ കൂടുതൽ ട്രിപ്പുകൾക്ക് 485 രൂപ, നിലവിലെ നിരക്ക് 480 രൂപ, ഒരു മാസത്തേക്ക് 9660 രൂപ, നിലവിലെ നിരക്ക് 9635 രൂപ. മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് 515, ഒന്നിൽ കൂടുതൽ യാത്രകൾക്ക് 775, ഒരു മാസത്തേക്ക് 15525, നിലവിലെ നിരക്ക് 15485 രൂപ. ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് AIYF പുതുക്കാട് മണ്ഡലം കമ്മിറ്റി മാർച്ച് നടത്തി. ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് AIYF പുതുക്കാട് മണ്ഡലം കമ്മിറ്റി മാർച്ച് നടത്തി. പ്രകടനമായി എത്തിയ പ്രവർത്തകർ ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു. തുടർന്ന് നടന്ന ധർണ AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി ഉദ്ഘാടനം ചെയ്തു. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷക്കീർ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം VK വിനീഷ്, നിയോജകമണ്ഡലം സെക്രട്ടറി VN അനീഷ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് VR രബീഷ് എന്നിവർ പ്രസംഗിച്ചു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനോടുള്ള വലിയ വെല്ലുവിളിയാണ് എന്ന ഒരു വലിയ തീരുമാനം, ആ ഭരണഘടനാ അവകാശം നിഷേധിക്കുന്ന സമീപനമാണ് ഇവിടുത്തെ ടോൾ കമ്പനി നടത്തുന്നത് എന്ന തീരുമാനവുമായി നമ്മൾ സമരവുമായി മുന്നോട്ട് പോയി. നമ്മുടെ AIYFന്റെ സഖാക്കളെ അതിരൂക്ഷമായി മർദ്ദിക്കുകയും അതുപോലെ തന്നെ ജയിൽവാസം അനുഭവിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. നമ്മളോടൊപ്പം സമരം ചെയ്ത മറ്റു യുവജന സംഘടനകളുടെ സഖാക്കൾ ഉണ്ടായിരുന്നു, മറ്റു പ്രവർത്തകരുണ്ടായിരുന്നു. അവരൊന്നും സമരം പല ഘട്ടത്തിൽ ഉപേക്ഷിച്ചു പോയപ്പോൾ ഈ സമരവുമായി AIYF ഈ പാലിയേക്കര ടോൾ പ്ലാസയിൽ ഉണ്ടാകുമെന്ന സൂചനയാണ് ഈ സമരം. കേന്ദ്ര അതോറിറ്റി ഈ 2129 കോടി രൂപയാണ് പിഴ ഇനത്തിൽ അടയ്ക്കാൻ വേണ്ടി ഇവരോട് പറഞ്ഞിട്ടുള്ളത്.
2129 കോടി രൂപ പിഴയടയ്ക്കാൻ വേണ്ടി ഈ ടോൾ അധികൃതരോട് പറഞ്ഞതിന്റെ പിന്നിലെ കാര്യങ്ങൾ എന്താണ്? ഈ ടോൾ പ്ലാസ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മിക്കേണ്ട സമാന്തര റോഡുകളുടെയും യു ടേണുകളുടെയും അതുപോലെ തന്നെ അടിപ്പാതകളുടെയും സമാന്തര ബ്രിഡ്ജുകളുടെയും എല്ലാം പണി നമുക്കെല്ലാവർക്കും അറിയാം. ഈ ടോൾ പ്ലാസയിൽ നാം ഇവിടെ കൊടുക്കുന്ന ചുങ്കപ്പിരിവ്, അത് ഇതിൽ കൊടുക്കുന്ന ഓരോ മാനദണ്ഡങ്ങൾ ഈ ടോൾ പ്ലാസ കമ്പനി പാലിച്ചിട്ടുണ്ടോ എന്ന് ഇവിടെ കേന്ദ്ര ദേശീയ അതോറിറ്റി അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പരിശോധിക്കണം. കഴിഞ്ഞ AIVF നടത്തിയ സമരത്തിനകത്ത് ഇവിടെ ദേശീയപാത അതോറിറ്റിയുടെ വക്താക്കൾ ഇവിടെ വന്ന് AIVF-ന്റെ പ്രിയപ്പെട്ട നേതാക്കൾക്ക് മുന്നിൽ നൽകിയ ഉറപ്പിന്റെ ഭാഗമായാണ് 2000-ലധികം കോടി ഇപ്പോൾ സെപ്റ്റംബർ 1 മുതൽ പൈസ കൂട്ടിയിരിക്കുകയാണ്. ജീവിത നിലവാര സൂചിക അനുസരിച്ചിട്ട് എല്ലാ വർഷവും ഇവിടെ പൈസ കൂട്ടുന്നൊരു സാഹചര്യമുണ്ട്. കേവലം 5 രൂപ കൂട്ടി എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ മൾട്ടി ആക്സിൽ വലിയ വാഹനങ്ങൾക്ക് 10 മുതൽ 40 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ തുടക്കം മുതൽ ഇവിടെ 1 രൂപ പോലും കൂട്ടിയാലും കൃത്യമായിട്ട് ഇവിടെ ഇടപെട്ട് സമരം ചെയ്യുന്ന ഒരേ ഒരു യുവജന പ്രസ്ഥാനം AIVF ആണെന്ന് ഈ അവസരത്തിൽ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നിരന്തരമായ അപകടങ്ങൾ ആമ്പല്ലൂരും പുതുക്കാടും എത്ര പേരാണ് മരണപ്പെട്ടത്. ഇപ്പോഴാണ് അവിടെ ഒരു മേൽപ്പാലത്തിന്റെ ആവശ്യകത ഉണ്ടെന്ന്. വർദ്ധിപ്പിച്ച ടോൾ നിരക്ക് പിൻവലിക്കുക. ഓളും വേണ്ട കോപ്പും വേണ്ട. വലയിൽ കുടുങ്ങിയ പാമ്പിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ പാമ്പിന്റെ കടിയേറ്റ് ചികിത്സയിലായിരുന്ന വനം വാച്ചർ മരിച്ചു. വലയിൽ കുടുങ്ങിയ പാമ്പിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ പാമ്പിന്റെ കടിയേറ്റ് ചികിത്സയിലായിരുന്ന വനം വാച്ചർ മരിച്ചു. ചിമ്മിനി റേഞ്ചിലെ വാച്ചറായ ചിമ്മിനി ഏറാങ്കണ്ടത്ത് 53 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് പാമ്പിന്റെ കടിയേറ്റത്. കഴിഞ്ഞ മാസം 2-ാം തീയതി എച്ചിപ്പാറ തോടിന് സമീപം പറമ്പിൽ വലയിൽ കുടുങ്ങിയ മൂർഖൻ പാമ്പിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ ചികിത്സ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസമാണ് ഉണ്ണികൃഷ്ണൻ വീട്ടിലെത്തിയത്. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാലക്കുടി കൊന്നക്കുഴിയിൽ വീടിനുള്ളിലെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും പൊള്ളലേറ്റ യുവാവ് മരിച്ചു. തണ്ടാപ്പള്ളി 35 വയസ്സുള്ള അരുണാണ് മരിച്ചത്. ചാലക്കുടി കൊന്നക്കുഴിയിൽ വീടിനുള്ളിലെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും പൊള്ളലേറ്റ യുവാവ് മരിച്ചു. തണ്ടാപ്പള്ളി 35 വയസ്സുള്ള അരുണാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. പൊള്ളലേറ്റ യുവാവിനെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാവിലെയാണ് മരിച്ചത്. സംഭവം നടന്ന ഉടൻ യുവാവിനെ ആദ്യം ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിരുന്നു. അതേസമയം അപകടമുണ്ടാകാനിടയായ സാഹചര്യം വ്യക്തമല്ല. വീടിനുള്ളിലെ സാധന സാമഗ്രികൾ കത്തിനശിച്ചു. കനത്ത ചൂടിൽ ടൈലുകളും പൊട്ടിയടർന്നിട്ടുണ്ട്. എല്ലാ മുറികളിലേക്കും തീ പടർന്നതിൻ്റെ ലക്ഷണങ്ങളുമുണ്ട്. അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചത്. 3 മുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. 3 മുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ നേർച്ച ഭക്ഷണം വെഞ്ചരിച്ചു. തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ബിബിൻ കുരിശിത്തറ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഫ്രീജോ പാറയ്ക്കൽ സന്ദേശം നൽകി. തുടർന്ന് പ്രദക്ഷിണം, നേർച്ച ഊട്ട് എന്നിവ ഉണ്ടായി. നേർച്ചയൂട്ടിൽ 10,000-ലേറെ വിശ്വാസികൾ സംബന്ധിച്ചു. വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് തൊഴുത്തുങ്കൽ, ജനറൽ കൺവീനർ ജോഷി മഞ്ഞളി, കൈക്കാരന്മാരായ ആൻഡ്രു ആട്ടോക്കാരൻ, ബിജു തെക്കൻ, ജോൺ ചേനത്തുപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പാലത്തുപറമ്പ് കുടിവെള്ള പദ്ധതിയുടെ 14ാം വാർഷിക പൊതുയോഗവും അംഗങ്ങൾക്കുള്ള ഡിവിഡന്റ് വിതരണവും സംഘടിപ്പിച്ചു. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പാലത്തുപറമ്പ് കുടിവെള്ള പദ്ധതിയുടെ 14ാം വാർഷിക പൊതുയോഗവും അംഗങ്ങൾക്കുള്ള ഡിവിഡന്റ് വിതരണവും സംഘടിപ്പിച്ചു. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു.
പദ്ധതി ചെയർമാൻ രാജൻ കുളങ്ങര പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, പഞ്ചായത്ത് അംഗം അനു പനങ്കൂടൻ, സന്ദീപ് കണിയത്ത്, ഓമന സഹദേവൻ, രാമചന്ദ്രൻ കോപ്പക്കാട്ടിൽ, ദേവിദാസ് തെക്കൂട്ട്, ജയപ്രകാശ് കടമ്പാട്ട്, സുരേഷ് മുല്ലയ്ക്കപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 16, 17 വാർഡുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാൻ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് പാലത്തുപറമ്പ് കുടിവെള്ള പദ്ധതി. ഒരു ജനകീയമായ ഒരു കുടിവെള്ള പദ്ധതി 14 വർഷമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 14ാം വാർഷികമാണ് ഇന്നിപ്പോൾ ഇവിടെ ഏറ്റവും മികച്ച നിലയിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആദ്യമായി ഈ 14ാം വാർഷിക ആഘോഷം, ഈ വാർഷിക പൊതുയോഗം കുടിവെള്ളം ലഭ്യമല്ലാത്തൊരു കാലഘട്ടത്തിലാണ്. ഒരുപാട് കടമ്പകൾ നമുക്കതിന് കടക്കാനുണ്ട്. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സർക്കാർ ഇതര പദ്ധതിയായി നാട്ടിലെ ജനങ്ങളുടെ ഒത്തൊരുമയോടുകൂടി ഈ ഒരു പദ്ധതി കൊണ്ടുവരും. അത് മുന്നോട്ട് കൊണ്ടുപോയി അതൊരു വലിയൊരു വിജയമാക്കി തീർക്കുകയും അതിലെ അംഗങ്ങളായ കുടുംബങ്ങൾക്ക് ഡിവിഡന്റ് പ്രഖ്യാപിക്കുകയും ചെയ്യണം. ഏറ്റവും കരണീയമായ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ വാട്ടർ അതോറിറ്റിയുടെ നന്ദകുമാർ സാർ, അദ്ദേഹവുമായി എനിക്ക് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. എല്ലാ കാര്യങ്ങളിലും വളരെ നല്ല സമീപനത്തോടുകൂടി നമ്മുടെ അയ്യപ്പ കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്യുവാൻ സഹായിച്ച ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹം പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും പുതുക്കാട് ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ ഹോമിയോയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ തണൽ സംഘങ്ങളുടെ സഹകരണത്തോടെ പുതുക്കാട് വെച്ച് കേരള ആയുഷ് വയോജന ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തി. പുതുക്കാട് വ്യാപാരി വ്യവസായി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള സഹകരണ ലാബിന്റെ സഹായത്തോടെ സൗജന്യ രക്തപരിശോധനയും ക്യാമ്പിൽ നടന്നു. കേരള സർക്കാർ ആയുഷ് മിഷന്റെയും പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ പുതുക്കാട് വെച്ച് കേരള ആയുഷ് വയോജന ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ CC സോമസുന്ദരൻ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു മുഖ്യ അതിഥിയായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സെബി കൊടിയൻ, ഷാജു കാളിയേങ്കര, ആൻസി ജോബി, ഫിലോമിന ഫ്രാൻസിസ്, തണൽ സെക്രട്ടറി TK ചാക്കുണ്ണി, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ B മീനു എന്നിവർ പ്രസംഗിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ നിലവിലുണ്ടായിരുന്ന SC സാംസ്കാരിക നിലയം നവീകരിച്ച് പുതിയതായി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുന്ന ഡോക്ടർ BR അംബേദ്കർ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ നിലവിലുണ്ടായിരുന്ന SC സാംസ്കാരിക നിലയം നവീകരിച്ച് പുതിയതായി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുന്ന ഡോക്ടർ BR അംബേദ്കർ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KC പ്രദീപ്, MK ശൈലജ, ബ്ലോക്ക് അംഗം റീന ഫ്രാൻസിസ്, വാർഡ് അംഗം KV സുഭാഷ്, സരിത തിലകൻ എന്നിവർ പ്രസംഗിച്ചു. 7 ലക്ഷം രൂപ ചെലവിലായിരുന്നു നവീകരണം. ഫർണിച്ചർ വാങ്ങുന്നതിന് 2 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്താണ് അനുവദിച്ചത്. തൊട്ടിപ്പാൽ ഭഗവതി ക്ഷേത്രത്തിൽ സർവൈശ്വര്യ പൂജയോടുകൂടിയ ലക്ഷാർച്ചന നടത്തി. ക്ഷേത്ര തന്ത്രിമാരായ പയ്യപ്പള്ളി മാധവൻ നമ്പൂതിരി, വടക്കേടത്ത് പെരുമ്പടപ്പ് കേശവൻ നമ്പൂതിരി, തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ബ്രഹ്മകലശ പൂജ, വിദ്യാഗോപാല മന്ത്രാർച്ചന, മഹാസർവൈശ്വര്യ പൂജ, ബ്രഹ്മകലശാഭിഷേകം എന്നീ ചടങ്ങുകൾ നടന്നു. പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയശ്ചമേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയശ്ചമേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. വൈവിധ്യമാർന്ന മോഡൽ വസ്ത്രങ്ങളുടെ വൻ കളക്ഷനുമായി ഏഞ്ചൽസ് ഗാർബ് ലേഡീസ് ആൻഡ് കിഡ്സ് വരന്തരപ്പള്ളി പള്ളിക്കുന്ന് സ്കൂൾ ഗ്രൗണ്ടിന് സമീപം തിങ്കളാഴ്ച പ്രവർത്തനം ആരംഭിക്കും.
രാവിലെ 8:30 നടക്കുന്ന ചടങ്ങിൽ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിക്കും. പഞ്ചായത്ത് അംഗങ്ങളായ ജോജോ പിണ്ടിയാൻ, ജോൺ തുലാപ്പറമ്പിൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓരോ 3000 രൂപയുടെ പർച്ചേസിനും ഒരു സാരി സൗജന്യമായിരിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അറബിക്കടലിൽ രൂപം കൊണ്ട അസന ചുഴലിക്കാറ്റ് കേരളത്തെ സ്വാധീനിക്കില്ലെങ്കിലും വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുന്നതിന്റെ സ്വാധീന ഫലമായി അടുത്ത 7 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് നിലവിലെ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മലയോര തീരദേശ മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശവുമുണ്ട്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഏർപ്പെടുത്തിയ മത്സ്യബന്ധന വിലക്കും തുടരും. ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ ട്രെയിൻ പുതുക്കാട് 3 മണിക്കൂർ പിടിച്ചിട്ടതോടെ യാത്രക്കാർ ക്ഷുഭിതരായി. അങ്കമാലിയിൽ റെയിൽവേ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് പാസഞ്ചർ പിടിച്ചിട്ടത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:15 ട്രെയിൻ പുതുക്കാട് സ്റ്റേഷനിൽ എത്തിയപ്പോൾ പിടിച്ചിട്ടത്. 2 മണിക്കൂർ കഴിഞ്ഞതോടെ യാത്രക്കാർക്ക് അസ്വസ്ഥതയായി. ഇതോടെ സ്റ്റേഷൻ ഓഫീസിൽ എത്തി ട്രെയിൻ എടുക്കാത്ത വിഷയത്തിൽ യാത്രക്കാർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇതോടെ പുതുക്കാട് പോലീസും സ്ഥലത്തെത്തിയാണ് യാത്രക്കാരെ അനുനയിപ്പിച്ചത്. 5:10 സിഗ്നൽ ലഭിച്ചതോടെയാണ് ട്രെയിൻ എറണാകുളത്തേക്ക് പുറപ്പെട്ടത്. അങ്കമാലിയിൽ റെയിൽവേ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഏതാനും ട്രെയിനുകൾ റദ്ദാക്കിയതായും വൈകുമെന്നും അറിയിപ്പ് നൽകിയിരുന്നതായി റെയിൽവേ അധികൃതർ പറഞ്ഞു. മണ്ണമ്പേട്ട കരുവാപ്പടി വലിയകുളത്ത് വീട്ടിൽ മോഷണം. കാട്ടേടത്ത് വീട്ടിൽ രാധയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ഉരുളി, കൃഷ്ണവിഗ്രഹം, കിണ്ടി, പിച്ചള കോളാമ്പി, നാഴി, പറ, നിലവിളക്ക്, പാത്രങ്ങൾ എന്നിവയാണ് മോഷണം പോയത്. വീട്ടുടമ പാലക്കാടുള്ള വസതിയിലാണ് താമസം. ഓഗസ്റ്റ് മാസം 3-ാം തീയതി വീട്ടിൽ വന്ന് പോയതിനു ശേഷം ഞായറാഴ്ച എത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്. പരന്തിരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി അന്വേഷണം ആരംഭിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ വിവിധ ബ്ലോക്കുകളിൽ രാത്രികാലങ്ങളിൽ കർഷകന്റെ വീട്ടുപടിക്കൽ അത്യാഹിത മൃഗചികിത്സാ സേവനം നൽകുന്നതിന് ഓരോ വെറ്റിനറി സർജൻമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത: വെറ്ററിനറി സയൻസിൽ ബിരുദം, വെറ്ററിനറി കൗൺസിൽ രജിസ്ട്രേഷൻ. വിരമിച്ചവർക്കും അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ കളക്ടറേറ്റിലെ 2-ാം നിലയിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ സെപ്റ്റംബർ 4 രാവിലെ 10:30 നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ബന്ധപ്പെട്ട രേഖകൾ സഹിതം പങ്കെടുക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 048723612116. മുകുന്ദപുരം താലൂക്ക് വികസന സമിതി യോഗം സെപ്റ്റംബർ 7 രാവിലെ 11 താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേരും. ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സൈനിക വിശ്രമ കേന്ദ്രത്തിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ മുഴുവൻ സമയ കെയർ ടേക്കറുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 5 വൈകിട്ട് 5 ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487238437. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6695 രൂപ, പവന് 53,560 രൂപ. വെണ്ടൂർ ചിറ്റിലപ്പള്ളി കോക്കാടൻ അന്തോണിയുടെ ഭാര്യ റോസ അന്തരിച്ചു. 100 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11 വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പാലിയേക്കര ടോൾ പ്ലാസയിൽ പുതുക്കിയ ടോൾ നിരക്ക് നിലവിൽ വന്നു. ടോൾ നിരക്ക് വർധനവിനെതിരെ പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് AIYF പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച്. വലയിൽ കുടുങ്ങിയ പാമ്പിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ പാമ്പിന്റെ കടിയേറ്റ് ചികിത്സയിലായിരുന്ന വനം വാച്ചർ മരിച്ചു. ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ ട്രെയിൻ പുതുക്കാട് 3 മണിക്കൂർ പിടിച്ചിട്ടതോടെ യാത്രക്കാർ ക്ഷുഭിതരായി. അങ്കമാലിയിൽ റെയിൽവേ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് പാസഞ്ചർ പിടിച്ചിട്ടത്. ചാലക്കുടി കൊന്നക്കുഴിയിൽ വീടിനുള്ളിലെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും പൊള്ളലേറ്റ യുവാവ് മരിച്ചു. മണ്ണമ്പേട്ട കരുവാപ്പടി വലിയകുളത്ത് വീട്ടിൽ മോഷണം. വിലപിടിപ്പുള്ള പല സാധനങ്ങളും നഷ്ടപ്പെട്ടതായി പരാതി.
മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പാലത്തുപറമ്പ് കുടിവെള്ള പദ്ധതിയുടെ 14ാം വാർഷിക പൊതുയോഗവും അംഗങ്ങൾക്കുള്ള ഡിവിഡന്റ് വിതരണവും സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.